എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ലാസ്റ്റ് വീഡിയോകളിലായിട്ട് കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളൊക്കെ ആയിരുന്നു ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് CMA സെക്കൻഡ് ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻഡേർഡുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ലാസ്റ്റ് വീഡിയോയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 19 അക്കൗണ്ടിങ് ഫോർ ലീസ് ഒരു 6-7 പീസ് വീഡിയോ ആക്കിയിട്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് പഠിക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്ത് കഴിഞ്ഞു. അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക് അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനീസാണ്. ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഹോൾ അക്കൗണ്ടിങ് പ്രോസസ്സാണ് വേണ്ടത്. ബട്ട് നമ്മുടെ സിലബസിൽ CMAയുടെ സിലബസിൽ ഹോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിന് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് ഇല്ല. കുറച്ച് ഇലക്ട്രിസിറ്റി ആക്ട് 2003 റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് എക്സാം പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എങ്കിലും നമ്മൾ എന്തായാലും പഠിച്ചെടുക്കുമ്പോഴേ ഹോൾ പ്രോസസ് ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഹോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചെടുക്കുമ്പോഴാണ് നമുക്കതിന് ഉപയോഗം ഉണ്ടാവുക, നമുക്ക് ക്വാളിറ്റി ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനികളാണ് ആ കമ്പനികളുടെ അക്കൗണ്ടിങ് പ്രോസസ്സ്. അപ്പോൾ അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ അക്കൗണ്ടിങ് പ്രോസസ്സും ഇലക്ട്രിസിറ്റി കമ്പനിയുടെ വർക്കുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ബാങ്കിങ് കമ്പനികളുടെ ഫംഗ്ഷനിങ് അക്കൗണ്ടിങ് പ്രോസസ്സിലും മാറ്റങ്ങളുണ്ട്. ബട്ട് ബേസിക് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സെയിം. അതേപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസ് ആകുമ്പോൾ IRD ആക്ട് പ്രകാരമാണ്. അതേപോലെ ഇൻഷുറൻസ് കമ്പനിയുടേത് IRD ആക്ട് പ്രകാരമാണ്. ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെത് ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രകാരം ആവണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സിലബസിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫൈനലൈസേഷൻ അല്ല, മറ്റുള്ള ആക്ട് പ്രകാരമുള്ള ചില ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻസിനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷൻ സാധാ കാൽക്കുലേഷൻ പോലെയല്ല. ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ സാധാ കാൽക്കുലേഷൻസ് പോലെയല്ല, റൈറ്റ്? ബട്ട് ജനറലൈസിങ്ങും പോസ്റ്റിങ്ങും ഫൈനലൈസേഷനും എഫക്റ്റ് സെയിം ആണ്. ബട്ട് കാൽക്കുലേഷൻ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്നത് പോലെ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എങ്കിലും വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക് അല്ല ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആക്ച്വലി പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താ? ഇലക്ട്രിസിറ്റി കമ്പനീസാണ് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സെയിം. ജേണൽ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ജേണൽ ബുക്കിൽ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇലക്ട്രിസിറ്റി മീൻസ് പവർ ഡിസ്ട്രിബ്യൂഷൻ, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടുകളൊക്കെ വരുമ്പോൾ, അതേപോലെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റിഡംഷൻ ഓഫ് ക്യാപിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോഴേ എൻട്രി റെക്കോർഡ് ചെയ്ത് ലെഡ്ജർ ബുക്കിൽ കൺസേൺഡ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് ഇയറിൻ്റെ എൻഡ് ആകുമ്പോഴേ ഇലക്ട്രിസിറ്റി കമ്പനീസ് മറ്റുള്ള സ്ഥാപനങ്ങളിലേതുപോലെ തന്നെ ട്രയൽ ബാലൻസ് ഒക്കെ എടുത്തുകൊണ്ട് ഫൈനലൈസേഷൻ ചെയ്യുന്നു. സോ ബേസിക് പ്രോസസ് സെയിം, മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എപ്പോഴും അത് മനസ്സിൽ സൂക്ഷിച്ചോളൂ. അപ്പോൾ ജേണൽ മെയിൻറ്റെയിൻ ചെയ്ത് സോഴ്സ് ഡോക്യുമെന്റ്സ് ആൻഡ് വൗച്ചേഴ്സിന്റെ ബേസിൽ ജേണൽ മെയിൻറ്റെയിൻ ചെയ്ത് എഴുതിയ എൻട്രിയുടെ ബേസിസിൽ ലെഡ്ജർ ബുക്കിൽ കൺസേൺഡ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുന്നു. കൺസേൺഡ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ ഉണ്ടാവുമ്പോൾ ബാലൻസുകൾ വരുമ്പോൾ ട്രയൽ ബാലൻസ് ട്രീസ് ഔട്ട് ചെയ്യുന്നു. ട്രയൽ ബാലൻസസിൻ്റെ സഹായത്തോടുകൂടി ഫൈനലൈസേഷൻ ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ സ്ഥാപനത്തിനനുസരിച്ചിട്ട് പേരുകളിൽ മാറ്റം ഉണ്ടാവുന്നതെന്ന് മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡെയിലി അക്കൗണ്ടിങ് വർക്ക് സെയിം ആണ്. ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ട്രയൽ ബാലൻസ് എടുക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പേരിൽ മാറ്റങ്ങൾ വരും. ഏതൊക്കെ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിനുശേഷം ബാലൻസ് വന്നതെല്ലാം ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യുന്നത് മാത്രം. അതേപോലെ ബാങ്കിങ് കമ്പനി സർവീസ് പ്രൊവൈഡിംഗ് സ്ഥാപനമാണ്. ജേണൽ മെയിൻറ്റെയിൻ ചെയ്ത്, ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്ത്, ട്രയൽ ബാലൻസ് എടുത്ത് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, കമ്പനിയാണല്ലേ, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഒക്കെ ചെയ്തതിന് ശേഷം ബാലൻസ്
ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഇതാണല്ലോ ബാങ്കിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ്. അതേപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസിൽ ഫൈനലൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പേരുകളിൽ ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രം. ഇപ്പോൾ ജേണൽ മെയിൻറ്റെയിൻ ചെയ്ത്, ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്ത്, ട്രയൽ ബാലൻസ് എടുത്തതിന് ശേഷം ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റും ലോസും ഐഡൻറ്റിഫൈ ചെയ്യണം. ഫിനാൻഷ്യൽ പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ റവന്യൂ അക്കൗണ്ടാണ് യൂസ് ചെയ്യുക. റവന്യൂ അക്കൗണ്ട് എന്നുള്ള പേരാണ് യൂസ് ചെയ്തത് ഇൻഷുറൻസ് കമ്പനീസിലേതുപോലെ. സോ ഫസ്റ്റ് ഫൈനൽ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടാണ്. അത് ഈക്വൽ ടു P&L അക്കൗണ്ടാണ്. ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് ഇതൊക്കെ ആക്ട് പ്രകാരമാണ്, ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് ആണ്. പിന്നീട് നെറ്റ് റവന്യൂ അക്കൗണ്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു P&L അപ്രോപ്രിയേഷൻ ആണ്. അതിനുശേഷം ബാലൻസ് വരുന്ന എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ബേസിക് പ്രോസസ് സെയിം, ബട്ട് ചില കാൽക്കുലേഷനും ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്നത് പോലെ ചെയ്യണം. ഇപ്പോൾ ബാങ്കിങ് കമ്പനികളിൽ പ്രൊവിഷൻ ഫോർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. അത് സോൾ ട്രേഡിംഗ് സ്ഥാപനത്തിലേതും പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലേതും പോലെ ഒരു ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല. ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ പറയുന്നത് പോലെയുള്ള റേറ്റുകളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ പ്രൊവിഷനിങ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വേണമല്ലോ ഫൈനലി ഒരു എൻട്രി പാസ് ചെയ്യാൻ. അതേപോലെ ഇലക്ട്രിസിറ്റി കമ്പനീസിലും ചില കാര്യങ്ങളൊക്കെ, ചില കാൽക്കുലേഷൻ, ചില ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്നത് പോലെ ഫോളോ ചെയ്യണം എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ കൂടുതലും കവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസിനൊക്കെയാണ്. എങ്കിലും നമുക്ക് വല്ലപ്പോഴും ചിലപ്പോൾ ടോട്ടൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ, നെറ്റ് റവന്യൂ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, അതേപോലെ ബാലൻസ് ഷീറ്റും ചോദിച്ചേക്കാം. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എന്താണ് ആക്ച്വലി ആക്ടിവിറ്റീസ്, ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ആക്ടിവിറ്റീസ്? പവർ ജനറേറ്റ് ചെയ്യണം, ട്രാൻസ്മിഷൻ വേണം, ദെൻ ഡിസ്ട്രിബ്യൂഷൻ വേണം. ഇതാണ് ആസ് യൂഷ്വൽ ബിസിനസ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് റവന്യൂ അക്കൗണ്ട് ആൻഡ് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ, പ്രത്യേകിച്ചും റവന്യൂ അക്കൗണ്ടിൽ, നെറ്റ് റവന്യൂ അല്ല, ദാറ്റ് ഈസ് നെറ്റ് റവന്യൂ ഈസ് ഈക്വൽ ടു P&L അപ്രോപ്രിയേഷൻ ആണ്. റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. ഇത് പവർ ജനറേഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്മിഷൻ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇതാണല്ലോ ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ ആക്ച്വൽ ബിസിനസ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. ദെൻ റവന്യൂ അക്കൗണ്ടിന്റെ റിസൾട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം എന്താ പറയുക, അപ്രോപ്രിയേഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു മാത്രം. പ്രൊസീജിയർ ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സാമിന് സംടൈംസ് എന്ത് ചോദിച്ചേക്കാം, റവന്യൂ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷനും നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷനും ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനും ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ഒരു പ്രോസസ് മനസ്സിലാക്കിയതിന് ശേഷം ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ, ഞാൻ നേരത്തെ സംസാരിച്ചില്ല, ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ സെപ്പറേറ്റ് വേണം, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോവിന്റെ കാൽക്കുലേഷൻ വേണം, റിട്ടേൺ ആൻഡ് ഇക്വിറ്റി വേണം, റീസണബിൾ റിട്ടേണിന്റെ കാൽക്കുലേഷൻ വേണം, റീപ്ലേസ്മെന്റ് ഓഫ് അസറ്റ്സ് ഉണ്ടാവും, റീപ്ലേസ്മെന്റ് ഓഫ് പ്ലാന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്നത് പോലെ വേണം നമ്മൾ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ. അപ്പോൾ എക്സാമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോവിൻ്റെ കാൽക്കുലേഷൻ, അതിനൊക്കെയാണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. ബട്ട് നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ടോപ്പിക്കിലേക്കൊക്കെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് റവന്യൂ അക്കൗണ്ടും നെറ്റ് റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൻ്റെയും പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ടോപ്പിക്കുകളിലേക്കൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഷെഡ്യൂളുകൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഡിപ്രീസിയേഷൻ, സാധാ ഡിപ്രീസിയേഷൻ ഉണ്ട് അല്ലേ, സെക്ഷൻ പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷനാണ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ സാധാ അക്കൗണ്ടിങ് പ്രോസസ്സുമായിട്ട് യാതൊരു മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീസിൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ടാവും, റൈറ്റ്, സാലറി ഉണ്ടാവും, സ്റ്റാഫിന് സാലറി കൊടുക്കണം, സാലറി അക്കൗണ്ട് ഇട്ടിട്ട് കേഷോർ ബാങ്കാണ്, ലെഡ്ജർ ബുക്കിൽ സാലറി അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ് എൻ്റെ ഉണ്ടാകുമ്പോൾ സാലറിക്ക് ഡെബിറ്റ് ബാലൻസ് വരുന്നു, ട്രയൽ ബാലൻസിൽ കാണിക്കുന്നു, അതിനെ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. P&L അക്കൗണ്ടിന് പകരം റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു, ക്ലോസിംഗ് ആയിട്ട് റവന്യൂ അക്കൗണ്ട് ഇട്ടിട്ട് സാലറി. അപ്പോൾ പവർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്പെൻസസ് ഉണ്ടാവും, ആ എക്സ്പെൻസസിനൊക്കെ റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. ട്രാൻസ്മിഷൻ ചെയ്യുന്ന സമയത്തോ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്തുള്ള എക്സ്പെൻസസ് ഉണ്ടാവും, ഇതിനൊക്കെ നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. എന്താ ഇൻകം, ഇലക്ട്രിസിറ്റി ചാർജസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കളക്ട് ചെയ്യുന്നു, അതിൽ ഇൻക്ലൂഡിങ് മീറ്റർ റെന്റ് ഉണ്ടാവാം. ഇനി എനർജി സെയിൽ ആക്കുന്നു,
എനർജി സെയിലാക്കുന്ന കിട്ടുന്ന സമയത്തുള്ള വരുമാനം ഉണ്ടോ? ഇതിനൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം? റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. മീറ്റർ റെന്റ്, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മീറ്റർ റെന്റ് കളക്ട് ചെയ്യാം, ഇലക്ട്രിസിറ്റി ചാർജസ് കളക്ട് ചെയ്യാം. അപ്പോൾ ബേസിക് പ്രോസസ്സിങ് ഇലക്ട്രിസിറ്റി ചാർജസ് കളക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ്, ഓർ ഇലക്ട്രിസിറ്റി ഫീസ്. അത് നമ്മുടെ അവർ ഓൺ ജഡ്ജ്മെൻറ്റാണ്. ഏത് വേർഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബുക്കിലുള്ളത് പോലെ അതേ വേർഡ് തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് സെയിം ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇലക്ട്രിസിറ്റി കമ്പനീസ് ആണ്. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ കമ്പനികളാകുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ലോങ് ടേം ലോൺസ് എടുക്കാം. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഷെയർ ഇഷ്യൂ പഠിച്ചു കഴിഞ്ഞു, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ, ഡിബഞ്ചർ ഇഷ്യൂ, അതിൻ്റെ റിഡംഷൻ അല്ലേ, ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ബട്ട് ഇലക്ട്രിസിറ്റി കമ്പനീസിലും എന്തുണ്ടാവാം? ഈ ടോപ്പിക്കുകളൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഷെയർ ഇഷ്യൂവിൻ്റെ ഒക്കെ ക്ലാസ്സുകളൊക്കെ വളരെ വൈഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൺസെപ്റ്റും ലോജിക്കൊക്കെ അത്രയും ഡെപ്തിൽ ക്ലിയർ ചെയ്തതുകൊണ്ടുള്ള ഉപയോഗം ഇതാണ്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി കമ്പനീസ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ലംസം കളക്ഷൻ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആയിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ലെഡ്ജർ ബുക്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. അക്കൗണ്ടിങ് എൻഡ് ആകുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ലെഡ്ജർ ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരും. റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ട, നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ട. ഇതൊക്കെ ചെയ്തതിന് ശേഷം ബാലൻസ് ഉണ്ടാകും, ബാലൻസ് ഷീറ്റിൽ കൊണ്ടുവയ്ക്കാം. ഷെഡ്യൂളുകളൊന്നും ഇല്ല. ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം ഷെഡ്യൂളുകളുടെ പ്രിപ്പറേഷൻ ഒന്നും പറയുന്നില്ല. മുന്നേ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ചേഞ്ചസ് ആണ്. മുന്നേ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഇല്ല. ആക്ച്വലി കമ്പനിയുടെ ഇതുപോലെ തന്നെ ഷെഡ്യൂളുകളുടെ പ്രിപ്പറേഷനോ ഷെഡ്യൂൾ 3 പ്രകാരം അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. എല്ലാം ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരമാണ് ഇത് എല്ലാ കാൽക്കുലേഷനും പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീസിന് പവർ ജനറേഷൻ എക്സ്പെൻസസ് ഉണ്ടാവാം, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് ഉണ്ടാവാം, സബ്മിഷൻ എക്സ്പെൻസസ് ഉണ്ടാവാം. അത് ഓരോ ഹെഡിൽ കാണിച്ചിട്ട് അതിനെ റവന്യൂ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. ഇൻകംസ് എനർജി, സെയിൽ ഓഫ് എനർജിയാണ്. ഇലക്ട്രിസിറ്റി ചാർജസ് കളക്റ്റഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ആണ്. മീറ്റർ റെന്റ് കളക്റ്റഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എവിടുത്തെ ട്രാൻസ്ഫർ ചെയ്യുന്നു? റവന്യൂ അക്കൗണ്ടിന്റെ റിസൾട്ട് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ട്രാൻസ്ഫർ എൻട്രി പ്രോഫിറ്റ് ആണെങ്കിൽ റവന്യൂ അക്കൗണ്ട് ഇട്ടിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട്, അത് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളിലൊക്കെ ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അതൊരു ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടായിരുന്നു. ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആയിട്ടാണ്. ദാറ്റ് മീൻസ് ദാറ്റ് മസ്റ്റ് ബി ഡെബിറ്റഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട് ആണ്. അതൊരിക്കലും ഒരു അപ്രോപ്രിയേഷൻ ആയിരുന്നില്ല. എവിടെ തന്നെ ക്ലോസ് ചെയ്യണം? P&L അക്കൗണ്ടിൽ തന്നെ ക്ലോസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കൊടുക്കുമ്പോൾ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് എന്നാണ്. ആ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിനെ സാധാ എക്സ്പെൻസ് ആയിട്ട് എവിടെ ക്ലോസ് ചെയ്യണം? P&L അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യലായിരുന്നു പതിവ്. ടി ഷേപ്പിൽ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ 3 ഫോർമാറ്റ് ആണെങ്കിൽ ഫിനാൻസ് ചാർജസിൽ വരും. ബട്ട് ഇലക്ട്രിസിറ്റി കമ്പനീസിലെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു ഈക്വൽ ടു ഒരു അപ്രോപ്രിയേഷൻ പോലെയാണ് ഇലക്ട്രിസിറ്റി ആക്ട് ട്രീറ്റ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ് ക്ലോസ് ചെയ്യുക. റവന്യൂ അക്കൗണ്ടിലല്ല, നെറ്റ് റവന്യൂ അക്കൗണ്ടിലാണ്. അതായത് റവന്യൂ അക്കൗണ്ടിന്റെ റിസൾട്ട് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ നെറ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പ്രോഫിറ്റിന്റെ അകത്താണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് മാത്രം. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഇലക്ട്രിസിറ്റി കമ്പനീസ് ഡിവിഡൻഡ് കൊടുക്കാം. ഡിവിഡൻഡ് അപ്രോപ്രിയേഷൻ ആണ്. ഇതിനൊക്കെ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു, നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ് റിലേറ്റിംഗ് ടു പവർ ജനറേഷൻ, പവർ സബ്മിഷൻ, പവർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു, റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നു. അപ്രോപ്രിയേറ്റഡ് ഐറ്റത്തിനെ നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷം ബാലൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയാണ് വേണ്ടത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്, ആക്ച്വൽ പ്രാക്ടിക്കൽ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഇലക്ട്രിസിറ്റി കമ്പനീസിന് യാതൊരു തരത്തിലുള്ള മാറ്റമില്ല. ഫൈനലൈസേഷൻ ചെയ്യുന്ന സമയത്ത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പേരുകളിൽ മാറ്റം. ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആകുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഒന്ന് യൂസ് ചെയ്യും അല്ലേ. പിന്നെ P&L അക്കൗണ്ട്, പിന്നീട് കമ്പനി ആണെങ്കിൽ അപ്രോപ്രിയേഷൻ, പാർട്ണർഷിപ്പ് ആണെങ്കിൽ അപ്രോപ്രിയേഷൻ ആണ് ഫൈനൽ അക്കൗണ്ട്സിന്റെ നെയിം. ഇവിടെ റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് ആൻഡ് ബാലൻസ് വന്ന എല്ലാ അക്കൗണ്ടുകളും ആസ് യൂഷ്വലി ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മുടെ സിലബസിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്
എന്താ ഈ അക്കൗണ്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് എന്താ പറയുക ഈ ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ പെർഫോമൻസ് കണ്ടുപിടിക്കാനല്ല റവന്യൂ അക്കൗണ്ട് റിസൾട്ടും നെറ്റ് റവന്യൂവിന്റെ റിസൾട്ടും ബാലൻസ് ഷീറ്റിന്റെയും പ്രിപ്പറേഷൻ എല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിപ്രീസിയേഷൻ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യണം, എമൗണ്ട് കണ്ടുപിടിക്കണം, അതിന് സ്പെസിഫിക് റേറ്റ് ഓരോ ടൈപ്പ് ഓഫ് എസറ്റുകൾക്കും അതിന് സ്പെസിഫിക് ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്ന സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്മീഷൻ ഉണ്ടാവും ഓരോ സ്റ്റേറ്റിലും. അവരൊക്കെ പറയുന്നതിന്റെ അവിടെയൊക്കെ മെൻഷൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. അതിന്റെ വെയിറ്റഡ് റേറ്റ് കണ്ടുപിടിക്കണം, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വേണം, റിട്ടേൺ ഓൺ ഇക്വിറ്റി വേണം, റീസണബിൾ റിട്ടേൺ വേണം, ദെൻ റീപ്ലേസ്മെന്റ് കോസ്റ്റിന്റെ കാൽക്കുലേഷൻ ഇതൊക്കെ വേണം. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ് ഫൈനലൈസേഷൻ ഒക്കെ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ആ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ ഒന്ന് സംസാരിച്ച് ക്ലിയർ ആക്കുക എന്ന് മാത്രമാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ഈ ഫൈനലൈസേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഏതൊക്കെ? ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ ലെഡ്ജർ ബുക്കിൽ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ വേണം, നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ വേണം, ദെൻ ഫൈനൽ ബാലൻസ് ഷീറ്റും എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്ന ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ അതിലേക്കൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ല സ്റ്റഡി മെറ്റീരിയൽ, ഇപ്പം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡിപ്രീസിയേഷന്റെ കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ക്ലാരിറ്റി ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ഇലക്ട്രിസിറ്റി കമ്പനീസിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ? ആസ് യൂഷ്വൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ടാവാം, ആസ് യൂഷ്വൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഉണ്ടാവും. പിന്നെ പുതിയതായിട്ട് എന്തൊക്കെയാ വരുന്നത്? പവർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എക്സ്പെൻസസ്, സബ്മിഷന്റെ സമയത്ത് ഉണ്ടാവുന്ന എക്സ്പെൻസസ്, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജിൽ ഉണ്ടാവുന്ന എക്സ്പെൻസസ്. ഇതിനൊക്കെ ഓരോ പെർട്ടിക്കുലർ ഹെഡിൽ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്തിട്ട് വേണം ഇവിടെ ക്ലോസ് ചെയ്യാൻ. റവന്യൂ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്തിട്ട് റവന്യൂ അക്കൗണ്ട് റിസൾട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് എല്ലാ എക്സ്പെൻസസ്, ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസും ക്ലോസ് ചെയ്തതിന് ശേഷം ബാലൻസ് ഷീറ്റ് എടുക്കും. അപ്പോൾ ഈ വീഡിയോയിൽ അതിന്റെ പ്രോസസ്സ് മാത്രം ക്ലിയർ ആക്കലാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് നല്ല പ്രാക്ടിക്കൽ ഓറിയന്റഡ് ബേസ് നമുക്കുള്ളതുകൊണ്ട് സംസാരിച്ചതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷനും നെറ്റ് റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷനും ബാലൻസ് ഷീറ്റിന്റെ പ്രിപ്പറേഷനും അതേപോലെ ഇലക്ട്രിസിറ്റി ആക്ടിൽ പറയുന്ന ഡിപ്രീസിയേഷൻ റേറ്റ്, എമൗണ്ട്, റേറ്റ്, വെയിറ്റ് റേറ്റ്, ഡെറ്റ് ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റീപ്ലേസ്മെന്റിന്റെ പ്രൊസീജിയർ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.